അള്ളാഹു ഈ ഭൂമിയിൽ നിരവധി പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അവരിൽ ഒരാളാണ് യൂനുസ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം യൂനുസ് ബിൻ മത്ത എന്നാണ്. അദ്ദേഹത്തെ മത്സ്യത്തിന്റെ ആളെന്ന് അർത്ഥം വരുന്ന ദുന്നൂൻ എന്ന പേരിലും മീനിന്റെ കൂട്ടുകാരെന്ന് അർത്ഥം വരുന്ന സോഹിബുൽ ഹൂത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു. യൂനുസ് നബി പ്രവാചകനായി അയക്കപ്പെട്ടത് നിനവ് എന്ന നഗരത്തിലേക്കായിരുന്നു. ഇന്നത്തെ ഇറാഖിലെ മൊസൂൾ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ആ നഗരക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിരുന്നു. അവിടുത്തെ ജനസംഖ്യ 1,00,000-ത്തിലധികമായിരുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. ആ ജനത വിഗ്രഹ ആരാധനയിലും ധിക്കാരത്തിലും മുഴുകിയവരായിരുന്നു. പാപകരമായ ജീവിതം നയിക്കുന്ന ആ ജനതയിലേക്ക് തൗഹീദിന്റെ സന്ദേശവുമായാണ് യൂനുസ് നബി ചെല്ലുന്നത്. അദ്ദേഹം അവരെ ദീർഘകാലം ക്ഷണിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പക്ഷെ ഭൂരിഭാഗം ജനങ്ങളും അത് നിഷേധിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയും അവഗണിക്കുകയുമാണ് ചെയ്തത്. വർഷങ്ങളോളം പ്രബോധനം തുടർന്നിട്ടും ഫലമില്ലാത്തതിൽ യൂനുസ് നബിക്ക് വലിയ നിരാശയും ദേഷ്യവും തോന്നി. അങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേക അനുമതിയോ കൽപ്പനയോ കാത്തു നിൽക്കാതെ അദ്ദേഹം നഗരം വിട്ടു പോകാൻ തീരുമാനിച്ചു. ഈ ജനം ഒരിക്കലും ഈമാൻ കൊള്ളില്ലെന്ന് ഉള്ളിൽ കരുതിക്കൊണ്ട് അദ്ദേഹം തീരത്തേക്ക് നടന്നു. തീരത്തെത്തിയ യൂനുസ് നബി ഒരു കപ്പലിൽ കയറി യാത്ര തിരിച്ചു. ആ യാത്ര കടൽ മധ്യത്തിൽ എത്തിയപ്പോൾ ശക്തമായ കാറ്റ് ആനടിക്കുകയും കപ്പൽ ഏത് നിമിഷവും മറിയുമെന്ന അവസ്ഥ എത്തുകയും ചെയ്തു. കപ്പൽ മുങ്ങാതിരിക്കാൻ ഭാരം കുറയ്ക്കാൻ ഒരാളെ കടലിലേക്ക് എറിയാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ നറുക്കെടുത്തു. ആരുടെ പേര് വരുന്നു അവരെ സമുദ്രത്തിലേക്ക് എറിയണം. ആദ്യ തവണ നറുക്കെടുത്തപ്പോൾ യൂനുസ് നബിയുടെ പേരാണ് വന്നത്. പിന്നെ 2 തവണ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നത്. അദ്ദേഹം തന്റെ തെറ്റ് മനസ്സിലാക്കി. അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ നഗരം വിട്ടതിനുള്ള പരീക്ഷണമാണ് ഇത്. അങ്ങനെ യൂനുസ് നബി സ്വയം കടലിലേക്ക് ചാടി അദ്ദേഹത്തെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു വലിയ മത്സ്യം വന്ന് വിഴുങ്ങി. മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ 3 ഇരുട്ടുകളാൽ യൂനുസ് നബി മൂടപ്പെട്ടിരുന്നു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നുകൊണ്ട് മനസ്സുറന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആരംഭിച്ചു. ഖുർആനിലെ ഏറ്റവും പ്രശസ്തമായ ആ ദുആയാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ല, നീ പരിശുദ്ധനാണ്, തീർച്ചയായും ഞാൻ ആക്രമണം ചെയ്തവരിൽ ഉൾപ്പെട്ടവനായിരിക്കുന്നു. ഈ ദുആയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഏതൊരു മുസ്ലിം ഒരു കാര്യത്തിൽ ഈ ദുആ ചൊല്ലി അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. അള്ളാഹു യൂനുസ് നബിയുടെ ആ ദുആ സ്വീകരിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മത്സ്യം യൂനുസ് നബിയെ ഒരു തീരത്ത് കൊണ്ടുപോയി ഇട്ടു. മനുഷ്യവാസമില്ലാത്ത ഒരു വിജനമായ തീരത്താണ് അദ്ദേഹം എത്തിയത്. ദിവസങ്ങളോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതിനാൽ അദ്ദേഹം വളരെ ക്ഷീണിച്ചിരുന്നു. ശാരീരികമായി വളരെ ദുർബലനുമായിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് തണല് നൽകാനായി അള്ളാഹു ഒരു യക്തീൻ ചെടി അവിടെ വളർത്തി കൊടുത്തു. ഇതിനിടയ്ക്ക് നിനവയിൽ എന്ത് സംഭവിച്ചെന്ന് നോക്കുകയാണെങ്കിൽ യൂനുസ് നബി പോയ ശേഷം ആ ജനത ആകാശത്ത് ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ടു. യൂനുസ് നബി മുന്നറിയിപ്പ് നൽകിയതുപോലെ തങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ ലക്ഷണങ്ങളാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ പ്രായമായവരും കുട്ടികളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി. അവര് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ അഹങ്കാരം വെടിഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറവ് പറയുകയും ചെയ്തു. അവരുടെ ഈ ആത്മാർത്ഥമായ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും അവരിൽ നിന്ന് വരാനിരുന്ന ശിക്ഷ എടുത്തു മാറ്റുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമാണ്. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം അള്ളാഹു യൂനുസ് നബിയോട് നിനവയിലേക്ക് തിരിച്ചു പോകാൻ കൽപ്പിച്ചു. യൂനുസ് നബി തിരികെ വന്നപ്പോൾ നേരത്തെ നിഷേധികളായിരുന്ന ആ ജനത അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രബോധനം കേൾക്കാൻ തയ്യാറാവുകയും ചെയ്തു.